ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും പ്രഭാതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം അതിൻ്റെ 29-ാം വാക്യം. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ഒരു മനുഷ്യൻ്റെ ഒരു കൃതാർത്ഥതയാണ്. സൗഭാഗ്യത്തോടെ എന്തോ ഒരു സൗഭാഗ്യം കിട്ടിയപ്പോൾ ദൈവത്തോട് പറയുന്നതാണ്, ഇതാ അവിടുന്ന് എന്നെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. നമുക്കറിയാം ഇതിൻ്റെ സന്ദർഭം യേശുതമ്പുരാൻ്റെ ദേവാലയ പ്രവേശനമാണ്. യേശുതമ്പുരാൻ ജനിച്ചിട്ട് 40 ദിവസമാകുന്നു. ഈ 40 ദിവസത്തിനുള്ളിൽ 4 കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ഒന്ന്, യേശുതമ്പുരാൻ്റെ പരിച്ഛേദനയാണ്, നാമകരണമാണ്. അത് കഴിഞ്ഞിട്ട് മാതാവിൻ്റെ ശുദ്ധീകരണമാണ്, യേശുതമ്പുരാൻ്റെ സമർപ്പണമാണ്. ഈ 4 കാര്യങ്ങളാണ് നടക്കുന്നത്. 8-ാം നാളിൽ പരിച്ഛേദനയും നാമകരണവും നടന്നു. യേശു എന്ന പേർ കൊടുത്തു. യേശു എന്ന പേരിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും അറിയാം, ലോകരക്ഷകൻ എന്നാണ്. അത് കഴിഞ്ഞ് 40-ാമത്തെ ദിവസമാണ്, മാതാക്കളുടെ ശുദ്ധീകരണമാണ്. അതായത് യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു യഹൂദ സ്ത്രീ പ്രസവിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ 40 ദിവസം അശുദ്ധിയായിരിക്കണം, പെൺകുട്ടിയാണെങ്കിൽ 80 ദിവസം അശുദ്ധിയായിരിക്കണം. ഇവിടെ യേശുതമ്പുരാൻ ജനിച്ചിട്ട് 40 ദിവസമായി, ആൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ 40-ാമത്തെ ദിവസം ശുദ്ധീകരിക്കുന്ന ആ പ്രക്രിയയാണ്, മാതാക്കളുടെ ശുദ്ധീകരണമാണ്. മാതാവ് ശുദ്ധീകരിക്കപ്പെടും. അത് ദേവാലയത്തിൽ വന്ന് പുരോഹിതനാണ് ശുദ്ധീകരിച്ചു എന്ന് പ്രഖ്യാപിക്കേണ്ടത്. അതിന് ദേവാലയത്തിലേക്ക് വരുന്നു. അത് കഴിഞ്ഞ് കർത്താവിനെ സമർപ്പിക്കുകയാണ്. ദേവാലയത്തിൽ സമർപ്പിക്കാൻ വരുമ്പോൾ നമുക്കറിയാം, ഇവർ ദരിദ്ര കുടുംബത്തിലെ അംഗങ്ങളാണ്, ദരിദ്രരായ ദമ്പതികളാണ്. അന്നും ഇന്നും, അതായത് യേശുതമ്പുരാൻ പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവനായി ഈ ലോകത്തിലേക്ക് വന്നു. അതായത് ജനിച്ചു വീഴുവാൻ ഒരിടമില്ലായിരുന്നു. കിലോമീറ്ററോളം ഇവർക്ക് താണ്ടേണ്ടി വന്നു. മാതാവിനും ഈ യോസഫ് പിതാവിനും കൂടെ ഈ പ്രസവിക്കാനുള്ള ഇടം തേടി. സത്രം പോലും കിട്ടിയില്ല. സത്രത്തിൽ ഒരുപക്ഷെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമോ അല്ലെങ്കിൽ മറ്റുള്ള സ്വാധീനങ്ങളോ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം അവർക്ക് അതുപോലും കിട്ടാതെ പശുത്തൊഴുത്തിലാണ് യേശുതമ്പുരാനെ പ്രസവിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ദേവാലയത്തിലേക്ക് കൊണ്ടുവരുമ്പോഴും അവർക്ക് ആട്ടിൻകുട്ടികളെ ഒന്നും വാങ്ങിക്കാൻ പൈസയില്ല യാഗം കഴിക്കാൻ. അതുകൊണ്ട് കുറുപ്രാവുകളെ, 2 ചെങ്ങാലി പ്രാവുകളെയാണ് അവർ യാഗം കഴിക്കുന്നത്. അങ്ങനെ യാഗമൊക്കെ കഴിഞ്ഞ് ദേവാലയത്തിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ഈ ശിമിയോൻ എന്ന ഒരു മനുഷ്യൻ ഈ യേശുതമ്പുരാനെ കാണുന്നതും കൈകളിലേന്തുന്നു. ആ ശിമിയോനെ കുറിച്ച് അവിടെ പറയുന്നത് ഇങ്ങനെയാണ്: യെരുശലേമിൽ ശിമിയോൻ എന്ന പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. ഈ മനുഷ്യൻ നീതിമാനും ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനുമായി കാത്തിരുന്നവനുമായിരുന്നു. പരിശുദ്ധാത്മാവും അവനുമേൽ ഉണ്ടായിരുന്നു. വേദപുസ്തകം സാക്ഷിക്കുന്ന ഒരു നീതിമാൻ, നല്ല ഒരു മനുഷ്യനെ കുറിച്ച് പറയുകയാണ്. അത് നീതിമാനായിരുന്നു, ഇസ്രായേലിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി കാത്തിരുന്ന് പ്രത്യാശയോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പരിശുദ്ധാത്മാവിനുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഒരു നിയോഗമാണ്. അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിൻ്റെ ഒരു അല്ലപ്പാട് എങ്ങനെയുണ്ടായിരുന്നു? കർത്താവിൻ്റെ ക്രിസ്തുവിനെ കാണും മുമ്പേ മരണം കാണുകയില്ല എന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിയോഗമുണ്ടായിരുന്നു. ഇതിനെക്കുറിച്ച് പറയുന്നത്, ഇദ്ദേഹം കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും എന്നുള്ളത് അദ്ദേഹം വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, ഇങ്ങനെ വിവർത്തനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഡൗട്ട്, സംശയം, എങ്ങനെയാണ് കന്യക ഒരു പുരുഷനെ അറിയാതെ കുഞ്ഞിന് ജന്മം നൽകുന്നത് എന്നുള്ള എഴുതിക്കൊണ്ടിപ്പോൾ അതങ്ങ് സംഭവിക്കത്തില്ല, തെറ്റായി എഴുതിയായിരിക്കുന്നവരെ അദ്ദേഹം വായിക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ അത് വെട്ടിത്തിരുത്തുമ്പോൾ പിന്നെയും എഴുതും, പിന്നെയും ഇങ്ങനെ പല പ്രാവശ്യം എഴുതി വെട്ടിത്തിരുത്തി ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ ദൈവം തന്നെ അദ്ദേഹത്തിനോട് പറയാണ്, നീ ഇങ്ങനെ സംശയിച്ചതുകൊണ്ട് ഇത് കാണാതെ നീ മരണം ആസ്വദിക്കുകയില്ല. ഈ സംഭവം, കന്യക ഗർഭിണിയായി ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് കാണാതെ നീ അത് അദ്ദേഹമാണ്, ആ കുഞ്ഞായിരിക്കും ലോകത്തിൻ്റെ രക്ഷകനായി വരുന്നതെന്നുള്ളത് നീ കാണാതെ മരണം ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ആ നിയോഗമാണ് ഇവിടെ പൂർത്തീകരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്, ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവും നീ സകല ജാതികളുടെ മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന എൻ്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. അത് കണ്ടു. അതുകൊണ്ടാണ് അന്ന് കിട്ടിയ ഒരു അനുഗ്രഹം ഉണ്ടല്ലോ, നീ ഇത് കാണാതെ മരിക്കുകയില്ല എന്ന് പറഞ്ഞു, ഇപ്പം കണ്ടുവല്ലോ. അതുകൊണ്ട് ഇനി എന്നെ സമാധാനത്തോടെ മരണത്തിലേക്ക് വിട്ടയക്കണമെന്നാണ് ശിമ്യോൻ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തെ കാണുന്നുള്ള ഭാഗ്യം ലഭിച്ച ഒരു മനുഷ്യനാണ് ശിമ്യോൻ. അദ്ദേഹം പിന്നെ ഈ കുഞ്ഞിനെ കൈകളിൽ എന്നിട്ട് പറയുന്നുണ്ട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടുന്നതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെ വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളമായി തീരുവാൻ വെച്ചിരിക്കുന്നു. അതായത് വീഴ്ചയ്ക്കും അനുഗ്രഹത്തിനുമാവും, നന്മയ്ക്കും തിന്മയ്ക്കും. അത് ദൈവത്തെ, ഈ യേശുവിനെ സ്വീകരിക്കുന്നതിന് നന്മയുണ്ട്, മറുത്തു പറയുന്നവനോ അല്ലെങ്കിൽ അംഗീകരിക്കാത്തവനോ
തിന്മയുണ്ടാകും, വീഴ്ച ഉണ്ടാകും എന്നാണ് അവിടെ പറയുന്നത്. അത് കഴിഞ്ഞ് പറയുന്നുണ്ട്, നിൻ്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ കിടക്കുമെന്ന് മാതാവിനോട് പറയുന്നുണ്ട്. അത് നമുക്കറിയാം, എന്തുമാത്രം കഷ്ടപ്പാടും പ്രയാസവും കൂടെ മാതാവ് കടന്നു പോകുന്നത്. 12-ാം വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ ദൈവത്തെ യേശുമ്പുരാനെ കാണാതാകുന്നു. അങ്ങനെ പലവിധമായ പരീക്ഷണങ്ങളുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് സ്വന്തം മകനെ 33-ാമത്തെ വയസ്സിൽ ചെറുപ്പക്കാരനായ മനുഷ്യനെ ചാട്ടവാറിനോട് അടിക്കുന്നു, കുത്തുന്നു, അത് കുരിശിലേറ്റുന്നു. അങ്ങനെ തന്നെ ആ പറഞ്ഞതുപോലെ തന്നെ അത് വാൾ കിടക്കും പോലെ എന്തുമാത്രം പ്രയാസങ്ങളിലൂടെ മാതാവ് കടന്നുപോയി നമുക്കറിയാം. അത് കഴിഞ്ഞ് അപ്പോൾ ഈ ശിമ്യോന് കിട്ടിയ ഒരു അനുഗ്രഹം പോലെ തന്നെ വേറെ ഒരു അനുഗ്രഹം കിട്ടിയ ഒരു സ്ത്രീയാണ് വന്യവയോധിയായ ഹന്ന. ആ ഹന്നയെക്കുറിച്ച് അവിടെ പറയുന്നത് അങ്ങനെയാണ്, ദൈവാലയത്തിൽ ഭർത്താവിനോടുകൂടി 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം ദൈവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടെ രാവും പകലും ആരാധന ചെയ്തു പോകുന്ന ഒരു സ്ത്രീ. അവർക്കും ഈ ദൈവത്തെ തിരിച്ചറിയുവാനും ദൈവത്തെ കാണുവാനും പറ്റി. കാരണം 84 സംവത്സരം, അതായത് പള്ളിയും ആ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദൈവത്തോട് ചേർന്നിരുന്ന ഒരു ഹന്ന എന്ന ഒരു വന്യവയോധിക. ഈ 2 വൃദ്ധജനങ്ങൾക്കാണ് യേശുമ്പുരാനെ കാണുവാൻ സാധിച്ചത്. അവിടെ പിന്നെ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ എല്ലാവരുടെയും യെരൂശലേമിൻ്റെ വീണ്ടെടുപ്പുകാരൻ യേശുവിൻ്റെ രക്ഷകൻ വന്നു എന്ന് പറഞ്ഞ് അത് ആൾക്കാർ, ഈ സ്ത്രീ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നു. അത് ആൾക്കാർ എത്രമാത്രം വിശ്വസിച്ചു എന്നുള്ളത് നമുക്കറിയാൻ വയ്യ. എന്നാലും അവരെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്നുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഭേദഭാഗം നമുക്ക് സന്ദേശം തരുന്നത്, ഈ പരിശുദ്ധ യെരൂശലേം ദേവാലയത്തിൽ അനേകർ അവിടെ വന്നു. അതായത് 10,000 വന്നുകൊണ്ടിരിക്കുക. അതിൽ ഒരു സാധാരണക്കാരായി ഈ ദമ്പതികൾ, ഈ യോസഫ് പിതാവും ഈ മാതാവും കൂടെ വരുവാണ്. ദരിദ്ര ദമ്പതികളാണ് അവിടെ വന്ന് അവിടെ യേശുവിനെ സമർപ്പിക്കുമ്പോൾ അത് ലോകരക്ഷകനാണെന്ന്, ദൈവമാണെന്ന് തിരിച്ചറിയാൻ ആർക്കും സാധിച്ചില്ല. അനേകായിരങ്ങൾ അവിടെ വരുന്നുണ്ട്. എന്നാൽ അത് തിരിച്ചറിയാൻ സാധിച്ചത് 2 പേർക്കാണ്. അതായത് ആ ശിമ്യോനും ഹന്ന എന്ന വടുവൃത്തികളും. ആ പുരോഹിതന്മാർ പോലും അവരറിയുന്നില്ല, അവിടുത്തെ പള്ളി പ്രമാണികൾ അറിയുന്നില്ല, പള്ളി കാര്യസ്ഥർ അറിയുന്നില്ല ആരാണെന്ന്. അനേകായിരങ്ങൾ അവിടെ വന്നു. അനേകായിരങ്ങൾ എല്ലാ ദേവാലയങ്ങളും, നമ്മുടെയൊക്കെ ദേവാലയങ്ങളിൽ ഇന്ന് നമുക്ക് അനുഭവിക്കുന്നതാണ്. ദേവാലയങ്ങളിൽ അനേകർ വരും. എത്ര പേർക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ദൈവത്തെ കാണണമെങ്കിൽ അവിടെ ഇതാണ് പറയേണ്ടത്. 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ആദ്യമേ പരിച്ഛേദനം, അതായത് നാമകരണം, അത് കഴിഞ്ഞിട്ട് ശുദ്ധീകരണം, അത് കഴിഞ്ഞിട്ട് സമർപ്പണം. ഈ പരിച്ഛേദന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെ പരിച്ഛേദനയാണ്. ഹൃദയത്തിൻ്റെ പരിച്ഛേദന എന്ന് നമ്മുടെ ശരീര മനസ്സുകളെയൊക്കെ അനുദപിച്ച് ദൈവത്തിൽ ആശ്രയിക്കുന്നതിനെയാണ് പരിച്ഛേദന. അതായത് നമ്മുടെ തിന്മകളെയൊക്കെ വെട്ടിക്കളയുന്ന ഒരു അനുഭവം, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് തിന്മകളെയൊക്കെ ഹൃദയ പരിച്ഛേദന. അത് നാമകരണം എന്ന് പറയുന്നത് യേശു ലോകരക്ഷകനാണ്. അതുപോലെ തന്നെ നമ്മളും ആ യേശുവിനെ പോലെ ആ യേശുവിൻ്റെ നാമം സ്വീകരിക്കണം. യേശു നാമധാരികളാകണം. ക്രിസ്തു നാമധാരി, ക്രിസ്തീയ അനുയായികൾ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആ നാമം ധരിച്ചവരാണ്. നമ്മൾക്കും ഈ ലോകത്തിന് വേണ്ടി, സമൂഹത്തിന് വേണ്ടി, ഇടവകയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. 2ാമത് ശുദ്ധീകരണമാണ്, മാതാവിൻ്റെ ശുദ്ധീകരണമാണ് പറയുന്നത്. നമ്മളെ തന്നെ നമ്മൾ ശുദ്ധീകരിച്ച് ദൈവത്തിൽ നമ്മളെ യേശുവിനെ സമർപ്പിച്ചവർ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ ആണ് നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ശിമ്യോനെ പോലെ നീതിമാനായി ലോകരക്ഷയ്ക്ക് വേണ്ടി, ലോകത്തിൻ്റെ പ്രത്യാശയ്ക്കുമായി പ്രാർത്ഥിക്കുമ്പോൾ, ലോകരക്ഷനെ കാണാനുള്ള വാഞ്ചയോടെ ദേവാലയത്തിൽ പോകുമ്പോൾ, പരിശുദ്ധാത്മ നിറവിലായിരിക്കുമ്പോഴാണ് യേശുവിനെ കാണുവാൻ കിട്ടുന്നത്, ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഹന്നായെ പോലെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ദേവാലയം വിട്ടുപിരിയാതെ ദേവാലയം ചേർന്നിരിക്കുമ്പോഴാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രിയമുള്ളവരെ, ഇന്ന് ദേവാലയങ്ങളിലൊക്കെ പോകുമ്പോൾ ഈ പെരുന്നാളുകളുടെയും ഒക്കെ ആഡംബരത്തിൽ കഴിയുമ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ പെരുന്നാളുകൾ ആഘോഷിക്കുന്നത്, ഏത് വിശുദ്ധന് വേണ്ടിയാണ് ആഘോഷിക്കുന്നത് അറിയിക്കുമ്പോൾ ക്രിസ്തു കേന്ദ്ര ബന്ധുവായിട്ട് ഈ പെരുന്നാളുകൾ ആഘോഷിക്കുവാനും, ഏത് വിശുദ്ധനെയാണ് നമ്മൾ എൻ്റെ പെരുന്നാളാണ് ആഘോഷിക്കുന്നത്, ആ വിശുദ്ധൻ്റെ ജീവിതം നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ശിമ്യോനെ പോലെ, ഹന്നായെ പോലെ ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. അനേകായിരങ്ങൾ വന്നു അവിടെ ദൈവത്തെ കാണുവാൻ സാധിച്ചത് ഹൃദയത്തിൽ പരിശുദ്ധി ഉള്ളതോടെ, നല്ല മനസ്സോടെ വരുന്ന ദേവാലയത്തോട് ചേർന്നിരിക്കുമ്പോഴാണ്. നീതിമാനായി, സത്യസന്ധരായി, ദൈവത്തിൽ ശ്രദ്ധ വെച്ച് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തെ കാണുവാൻ സാധിക്കുന്നത്. അതിന് ദൈവത്തെ കാണുവാൻ തക്കവണ്ണം നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ സഹായിക്കട്ടെ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.